മധ്യപ്രദേശിൽ പ്രണയത്തിലായിരുന്ന ദമ്പതികൾ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. എന്നാൽ മരണത്തിനു മുൻപ് ദമ്പതികൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ചർച്ചയാവുകയാണ്. എന്താകും ഇരുവരുടെയും ആത്മഹത്യയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം? മധ്യപ്രദേശിലെ മൊറീന ജില്ലയിലെ സാംഗ് നദിയിൽ നിന്നാണ് 25-കാരിയായ രാധ ചൌബയുടെയും 30-കാരനായ ഭൂപേന്ദ്ര ധാക്കദിന്റെയും മൃതദേഹം പോലീസ് കണ്ടെത്തുന്നത്. ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇരുവരും കൈകൾ തുണികൊണ്ട് കൂട്ടിക്കെട്ടിയ ശേഷം നദിയിലേക്ക് ചാടുകയായിരുന്നു. എന്നാൽ ഭൂപേന്ദ്ര നേരത്തെ മറ്റൊരു യുവതിയെ വിവാഹം ചെയ്തിരുന്നു. ഇരുവരുടെയും ആത്മഹത്യയ്ക്ക് പിന്നാലെ പുറത്തുവന്ന വീഡിയോയിൽ ഭൂപേന്ദ്രയുടെ ഭാര്യയും വീട്ടുകാരുമാണ് ഈ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് ഇവർ പറയുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഇവർ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നത്. स्थानीय अलीराबाद थाना क्षेत्र में सांक नदी का एक पुराना पुल बना हुआ है और नीचे नदी बहती रहती है और वहाँ पर लोगों के द्वारा सूचना दी गई थी थाना अलीराबाद को कि वहाँ पर 2 शव दिखाई दे रहे हैं. SDRF की मदद से दोनों शवों को निकाला गया है. शवों को आइडेंटिफाइड किया गया तो पता चला है कि युवती एक तकिया की रहने वाली है तथा युवक कैलाश क्षेत्र के रहने वाला है. इस संबंध में एक वीडियो भी प्राप्त हुआ था जिससे उनकी तस्दीक की गई है और दोनों युवक और युवतियों का पोस्टमार्टम के लिए अस्पताल बॉडी रवाना. പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച രാധയും ഭൂപേന്ദ്രയും ആദ്യം നദീതീരത്തുള്ള കാളി ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ വെച്ച് ഭൂപേന്ദ്ര രാധയുടെ നെറ്റിയിൽ കുങ്കുമം ചാർത്തിയ ശേഷം അവർ മോട്ടോർ സൈക്കിളിൽ പാലത്തിന് സമീപം എത്തുകയും കൈകൾ കൂട്ടിക്കെട്ടിയ ശേഷം താഴേക്ക് ചാടുകയുമായിരുന്നു. മരണത്തിനു മുൻപ് ദമ്പതികൾ പകർത്തിയ വീഡിയോകളിൽ ഭൂപേന്ദ്രയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഭൂപേന്ദ്രയുടെ പിതാവും സഹോദരനും ഭാര്യയും അദ്ദേഹത്തിനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചതായും ഇതാണ് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് ഈ വീഡിയോയിൽ അവർ വ്യക്തമാക്കുന്നത്. इसका भाई पवन जो खुद हमसे मरने की बोल रहा है कि तुम दोनों बचना मत, मरी जाना, सुबह तक न्यूज में आ जानी चाहिए और हम लोगों की मौत का कारण कोई और नहीं, इसकी फैमिली. मेरी मौत का कारण मेरा बाप, ठीक है, और मेरी वाइफ सरस्वती, जो मेरे पे झूठे इल्जाम लगाए गए सोने के, चोरी करने के, मेरे बाप के संबंध में मेरी मिसेज से, और इनकी मौत का कारण, मेरी मौत का कारण यही है. എന്നാൽ ആത്മഹത്യ ചെയ്ത ഇവർ രണ്ടുപേരും മുൻപ് പോലീസ് പിടിയിലായിട്ടുണ്ടോ എന്നാണ് പുറത്തുവരുന്ന വിവരം. 2025 ഓഗസ്റ്റിൽ ഗ്വാളിയോർ ജില്ലയിൽ ഹോട്ടൽ മുറികളിൽ ഒളിക്യാമറ വെച്ച് നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ആ വീഡിയോകൾ ഉപയോഗിച്ച് ദമ്പതികളിൽ നിന്ന് പണം തട്ടുകയും ചെയ്ത കേസിലാണ് രാധയും ഭൂപേന്ദ്രയും അന്ന് അറസ്റ്റിലായത്. അന്ന് നടത്തിയ അന്വേഷണത്തിൽ രാധയാണ് റാക്കറ്റിന്റെ മുഖ്യ സൂത്രധാരിയെന്ന് തെളിഞ്ഞിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും MBA പഠിക്കാനുള്ള ആഗ്രഹവുമാണ് തന്നെ റാക്കറ്റ് രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് അന്നവർ പോലീസിനോട് പറഞ്ഞത്. കൂടാതെ ഇവരിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിലും പെൻ ഡ്രൈവുകളിലും ഇത്തരത്തിൽ നിരവധി ദൃശ്യങ്ങളും പോലീസ് അന്ന് കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമാണോ ആത്മഹത്യയ്ക്ക് പിന്നിലെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണിപ്പോൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.